ഗീത ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സ്നേഹ വന്ദനം. ഇന്ന് ആഗമനകാലം 3-ാം ഞായർ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, സത്യവും നീതിയും ധർമ്മവും സ്നേഹവും മുറുകെ പിടിച്ചവരാരും ഈ ലോകത്ത് അധിക നാള് വാഴാൻ, ജീവിക്കാൻ ഈ ലോകം അനുവദിച്ചിട്ടില്ല. അപ്രകാരം സത്യത്തിനും നീതിക്കും വേണ്ടി അനുതാപത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ച് രക്ഷകന് വേണ്ടി വഴിയൊരുക്കിയ പ്രവാചകന്മാരെക്കാൾ വലിയവനായ സ്നാപയോഹന്നാൻ കാരാഗൃഹത്തിലാണ്. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും എന്ന് കവി കുറിച്ചിടുന്നത് മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് അനുഭവിച്ചിട്ടാണ്. ശക്തമായി തീപ്പന്തം പോലെ ജ്വലിച്ച സ്നാപയോഹന്നാൻ കാരാഗൃഹത്തിലാകുമ്പോൾ ചെറിയ ഒരു അവിശ്വാസം ഉള്ളിൽ നിഴലിച്ചോ എന്ന് തോന്നുന്നു. കാരണം സ്നാപയോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കലേക്ക് വിട്ട് ചോദിക്കുകയാണ്, വരുവാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരാളെ പ്രതീക്ഷിക്കണം? കാരണം കുമ്രാൻ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസമനുസരിച്ച് ചെങ്കോലും കിരീടവും കൊണ്ട് ന്യായവിധി നടത്തുന്ന ഒരു രാജാവിനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. യേശു താൻ രക്ഷകനാണെന്നോ അല്ലെന്നോ പറയുന്നില്ല. മറിച്ച് യേശു പറയുകയാണ്, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും യോഹന്നാനെ അറിയിക്കുക. രക്ഷകന്റെ വരവിനെക്കുറിച്ച് ഉള്ള പ്രകടന പത്രിക യെശയ്യാപ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ രക്ഷകനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം യേശു പൂർത്തിയാക്കുന്നു. അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു. യേശു വളരെ വ്യക്തമാക്കുന്നു, തൻ്റെ പ്രവർത്തികളിലൂടെ ദൈവഹിതം നിറവേറ്റി രക്ഷ സാധിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, മത്തായി സുവിശേഷകൻ അസന്നിഗ്ധമായി ഈ വചനഭാഗത്ത് പ്രഖ്യാപിക്കുകയാണ്, യേശു രക്ഷകനാണ്. ഈശോ അരുൾ ചെയ്തു, നിങ്ങൾ സ്നേഹത്തിൽ നിലനിന്നാൽ, നിങ്ങളിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. രക്ഷകനായ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് യേശു കാരുണ്യത്തിൻ്റെ ഉറവിടമായതുപോലെ നമുക്കും പ്രവൃത്തികളിൽ ദൈവസ്നേഹം പ്രകടമാക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. തളരരുതേ മനമേ, ആകുലവും മരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലവും മരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ.